ഹലോ ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കേ ആവോലി മീൻ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കിയാലോ? എങ്ങനെയാന്നല്ലേ, വായോ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മളിതാ ഈ ചട്ടിയിലാണ് ആവോലി മീൻ കറി വെക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ച ചട്ടി ഒന്ന് വെച്ചു കൊടുത്താലോ? അപ്പൊ നമ്മൾ ആവോലി മീൻ കറി വെക്കാനായിട്ട് ഒരാവോലി 3/4 കിലോ ഉള്ള ഒരാവോലി എല്ലാം വെട്ടി നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് വേണ്ട മുളക് പൊടിയാണ്. ഇതാ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഉടംകൊല്ലി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അത് ഞാൻ 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഒരെണ്ണേ ഇടാവുള്ളൂ, ഉടനെ കൊല്ലുന്ന സാധനമാണ്. അപ്പം അങ്ങനെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, നമ്മുടെ പ്രധാനം കൊടംപുളി വെള്ളത്തിലിട്ട് ഒരു കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ശകല ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ, ഇതാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങാപ്പൊടി ഒന്നും കലക്കിയതല്ല, തേങ്ങ തന്നെ പിഴിഞ്ഞ് പാലെടുത്തതാണേ. പിന്നെ നമ്മുടെ അത്യാവശ്യമായ വേപ്പില ആവശ്യത്തിന്. ഇത് കണ്ടോ, ഒരാഴ്ചയായ വേപ്പിലയാണ് കേട്ടോ. ഇത് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ തന്നെ, ഇത് മേടിച്ചതല്ല, ഒടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു കവറിലിട്ട് വെക്കണം. അപ്പം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. കവറിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവോലി കറി വെക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വേറെ ഓയിലൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോഴേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടേ ഞാനൊരു 5-6 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ. അങ്ങനെ ദാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇടിച്ചെടുത്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഇടിച്ചെടുത്തതാ. ഇത് അങ്ങ് ഒരുപാട് മൂത്ത് പോകരുത് കേട്ടോ. ഒന്ന് പച്ചമണം ഒന്ന് മാറുക മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് വേറെ ടേസ്റ്റ് ആവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഞാൻ തീരെ സിമ്മിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇച്ചിരി കൂടി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുത്ത് നമ്മളിതാ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കേട്ടോ. കണ്ടോ, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തു, അതിൻ്റെ കൂടെ ഒരു ഉടംകൊല്ലി മുളക് കീറിയെടുത്തു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സാധാരണയായിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്, വെളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് മഴ ആയത് കാരണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മുടെ കാർ പോർച്ചിലാക്കി, നമ്മുടെ ഫ്രണ്ട് വശത്ത് ഒരു നല്ല കുറച്ച് സൗകര്യമുണ്ട്. അവിടെ പിള്ളേർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് വെളിയിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. 2-3 ദിവസമായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കാൻ പാടില്ല, വഴണ്ട് വന്നിട്ടുണ്ട്. ആവോലിയല്ലേ കറി വെക്കുന്നത്, അത് ഒരുപാട് അങ്ങ് മൂത്ത് ഒരുപാട് ഇതാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കരിവേപ്പില കണ്ടോ, ഒരാഴ്ചയായ കരിവേപ്പില ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാമേ. ഇത് മാത്രം ധാരാളമായി ഇട്ട് കൊടുക്കുക. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. ഇതാ നമ്മൾ കരിവേപ്പില ഇട്ട് കഴിഞ്ഞു. സോറി മറന്നുപോയി കേട്ടോ. ഒരു തക്കാളി വേണമായിരുന്നു, അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. മറന്നുപോയിരുന്നു, ഇപ്പോഴാണ് ഓർത്ത്. ഇപ്പോൾ അരിഞ്ഞിട്ട് ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളി ഒന്ന് ഫുള്ളും അങ്ങ് വഴണ്ട് കിട്ടണ്ട, ഒരു 3/4 ഒന്ന് വഴണ്ട് കിട്ടിയിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നോട്ടെ. ഇത് നമ്മൾ സാധാരണ മീൻകറി പോലെ അങ്ങ് വെക്കുന്നതല്ല കേട്ടോ. ആവോലി അല്ലേ, നമ്മൾ അധികം മുളക് എരിവ് അതൊന്നും ചേർക്കാതെ ഒരു നല്ല അടിപൊളി ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് കപ്പയാണ് റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. അപ്പം കപ്പ പുഴുങ്ങി എടുത്തേക്കാണേ. അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷെ ഇച്ചിരി വിലയാണ് മീനിനൊക്കെ കേട്ടോ. അപ്പോൾ നല്ല വില, 650 700 രൂപയാണ് ഇപ്പോൾ ആവോലിയുടെ ഒക്കെ വില. എന്നാലും വാങ്ങിച്ചു, നമുക്ക് കൂട്ടണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പില എല്ലാം നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ കാശ്മീരി മുളക് പൊടിയാണേ, ഞാൻ കാണിച്ചു തരാം ഇത് എത്രയാണ് ചേർക്കുന്നതെന്നുള്ളവർ. ചെറിയ സ്പൂണാണേ. ഒരു 4 സ്പൂൺ കേട്ടോ. ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉടംകൊല്ലിയും പച്ചമുളകും ഒക്കെ ചേർത്തത്.
അങ്ങനെ നമ്മുടെ മുളക് പൊടിയും എല്ലാം വഴഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ഉലുവാപ്പൊടി ചേർക്കണേ, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി കേട്ടോ. പിന്നെ നമ്മളെ അതിനൊപ്പം തന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാ നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ എല്ലാം വഴണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പുളിവെള്ളം, ഇതാ ഒരു കഷ്ണം പുളിയാണ് കേട്ടോ. ഇതാ അതിട്ടു. ഈ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ട് അധികം പുളി ഇടാൻ പാടില്ല, ഇത്തിരി പുളിയായി പോവും. നമ്മളിതിനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ്, ഒരുപാട് വെള്ളമായിട്ട് വെക്കുന്ന കറിയല്ല ഇത്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഇതാ കണ്ടല്ലോ, നല്ല എങ്ങനെയാണെന്ന് നോക്കിയാൽ ഗ്രേവി ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. ഇനി മീനിടുമ്പം ആ മീനിൻ്റെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് ഇച്ചിരി കൂടി വെള്ളമാവും. ആവോലിയല്ലേ, അധികം വേഗില്ല, പെട്ടെന്ന് ആവുന്ന സാധനമാണ്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തില്ലല്ലോ. ഇതാ നമുക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെ, മഞ്ഞപ്പൊടി എടുത്ത സ്പൂൺ കൊണ്ട് എടുത്തോണ്ട കേട്ടോ, ഒരു കളർ വ്യത്യാസം തോന്നുന്നേ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ വെന്ത് കൊടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്, അരപ്പെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ കുഴച്ച് വെച്ചേക്കുന്നതെന്ന്. മീൻ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് കണ്ടോളണം കേട്ടോ. കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇങ്ങോട്ട് നിരത്തി കൊടുക്കാം. നല്ല ഫ്രഷ് മീൻ കേട്ടോ. ഇതാ നല്ല അടിപൊളി കഷ്ണം കണ്ടില്ല, അല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവോലിയുടെ തല ആർക്കും കൊടുക്കരുതെന്ന്. തല ഇവിടെ കോണിലിരിക്കട്ടെ, നമുക്ക് തന്നെ കഴിക്കാം അല്ലേ. നമുക്കിനി ഒട്ടും വെള്ളം ചേർക്കണ്ട. നമുക്ക് ഈ അരപ്പിതിൻ്റെ മുകളിലേക്കൊന്നാക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലിരുന്നൊന്ന് വെള്ളം ഇറങ്ങും ഇപ്പം തന്നെ, മീനിൻ്റെ വെള്ളം. ഒലിമീൻ അധികം വേവില്ലാത്തതുകൊണ്ടേ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പളപളാന്ന് വേവണ്ട. അങ്ങനെ വേവുന്നതിനകത്തൊരു രസമില്ല. അല്ലെങ്കിൽ മീനൊക്കെ നമ്മൾ അധികം വേവിക്കാൻ പാടില്ല, പകുതി വേഗമാക്കാൻ പാടുള്ളൂ. എന്നിട്ട് വേണം മീനൊക്കെ കഴിക്കാൻ. അതാണ് അതിൻ്റെ ടേസ്റ്റും ഗുണവും. തിരിച്ചിട്ട് മുളക് അരപ്പെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി റെഡിയാക്കി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് അരപ്പെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഇതാ അടച്ചു കൊടുക്കുകയാണേ. അപ്പം അങ്ങനെ ചെറിയ ഫ്ലെയിമേ ഉള്ളൂ. ഗ്യാസിന് അങ്ങനെ ഇരുന്ന് വെന്ത് വരട്ടെ. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ ആവോലി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ആയില്ലേ, നമുക്ക് തുറന്ന് നോക്കിയാലോ. വായോ. ഇതാ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കഷ്ണമൊക്കെ കേട്ടോ. നല്ല പേരണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ. ദാ നമ്മുടെ തേങ്ങാപ്പാൽ കണ്ടോ, നല്ല കട്ടിയായിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം റൗണ്ടായിട്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് മീൻ? നല്ല ഗ്രേവി ആയില്ലേ കണ്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനോ. ദാ നല്ല കളർഫുള്ളായി, നല്ല ഗ്രേവിയായി, നല്ല തിക്ക് ഗ്രേവിയായി. ഇനി നമുക്ക് ചെറുതായിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ദാ കണ്ടല്ലോ, അങ്ങനെയുണ്ട് നമ്മുടെ ആവോലിക്കറി. നമുക്കൊന്ന് ഉപ്പ് നോക്കണം, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും പുളി എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ നോക്കിയിരുന്നു കേട്ടോ. നമുക്കിതൊന്ന് എടുത്തിട്ട് ദാ ഇങ്ങനെ കറക്കി കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ ദാ നോക്കിക്കേ, നല്ല കട്ടി ഗ്രേവി കണ്ടോ. ഇതെന്തിൻ്റെ കൂടെ കഴിക്കാനാണ് നമുക്ക് തോന്നാത്ത, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ ഫസ്റ്റ് സാധനമാണ്. ഇനി നമ്മൾ ഇതിനെന്താ ചേർക്കുന്നതെന്ന് അറിയാവോ. നമുക്ക് അങ്ങോട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം അല്ലേ. നമുക്കിതാ നമ്മുടെ ഫ്ലെയിം ഓഫാക്കി നമ്മളിതാ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കേട്ടോ.
അടുത്ത നമ്മുടെ ഫ്രഷ് കരിവേപ്പില. ദാ കരിവേപ്പില ധാരാളമായി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം റെഡിയാക്കിയത് കണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് നോക്കണ്ടേ? കപ്പയും ഇതും കൂടെ. ദാ എന്ത് കളർഫുള്ളാന്ന് നോക്കിയാൽ നമ്മുടെ കറി. നമുക്കിതാ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ. നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കപ്പ പുഴുങ്ങി വെച്ചിരുന്നു. എപ്പോഴും നമുക്ക് കപ്പയാണ് എല്ലാത്തിൻ്റെയും കൂടെ കൂടുതൽ ഇഷ്ടം അല്ലേ? നമുക്ക് നാടൻ രീതി. ദാ കണ്ടോ നമ്മുടെ മീൻകറി എങ്ങനെയുണ്ട്? കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ? നമ്മളതാ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ തന്നെ വിളിക്കാം. ബായോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയാ മക്കളെ കഴിച്ചേ? എന്ത് മീനാന്നറിയോ? ആവോലിയാണ്. കഴിച്ചോ നോക്കിയേ, കഴിച്ചോ. അല്ല എങ്ങനെയുണ്ട്? ചാറൊക്കെ നല്ല കഴിച്ചോ? അതെ, ചാറൊക്കെ അങ്ങോട്ട് കൂടി എടുത്തിട്ട്. ഇഷ്ടമായോ? അപ്പൊ നമ്മുടെ ആവോലി മീൻ കറി വെച്ചത് കണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ബൈ.